ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാർഡ് കോർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ഡർട്ട് ഇവിടുന്ന് മാറ്റിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡർട്ട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു ഈ ഒരു ലാൻഡ്. എന്നിട്ട് ചേർന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നമ്മുടെ വീറ്റ് ഫാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇനി ഇപ്പോഴത്തേനും 3 ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. സീരീസ് തീരുന്നവരെ കഴിക്കാനുള്ള ബ്രെഡ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മെലൺ നട്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ മറന്നിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഓക്കെ, പിന്നെ എനിക്കൊരു സോംബിയൊക്കെ വന്നപ്പോൾ ഒരു പൊട്ടറ്റോ കിട്ടിയിരുന്നു, ഞാൻ നട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ പൊട്ടിച്ചു. ഓക്കെ, ഇത് മറന്നിട്ടുണ്ട്. നട്ടേക്കാം ഗൈസ്. പിന്നെ ഈ ഒരു വീറ്റ് അതിൻ്റെ പേരെന്നൊരു ഈ ഒരു മെലൻ്റെ അടുത്ത് നമ്മൾ ഒന്ന് നടാൻ പാടില്ല. അത് പൊട്ടിച്ചോളാം ഇപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ. പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് മൈനിങ്ങിന് പോയിരുന്നു. എനിക്ക് ഇത്ര ഐറ്റംസ് കിട്ടിയായിരുന്നു. എനിക്ക് ഈ ഒരു ഇന്നലെ കണ്ടുപിടിച്ച മൈൻ ഷാഫ്റ്റിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങിയായിരുന്നു. അന്നേരം എനിക്ക് ഈ ഒരു പംകിൻ സീഡും ലാപ്പിസ് എല്ലാം ഈ ഒരു മൈൻ കാട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് റെയിലും കിട്ടി, കുറച്ച് ഗോൾഡും ആണൊക്കെ കിട്ടി. എനിക്ക് ഇത്രയാണ് കിട്ടിയത്, 29 ആണുണ്ട്. അത് ഞാൻ കൈ വെച്ചേക്കാം, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും. പിന്നെ ഞാൻ എന്തിനാണ് ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്നൊരു ഹൗസ് ഉണ്ടാക്കാൻ പോവുകയാണ്. യെസ്, നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടർ പീസ് മൊത്തം പഠിച്ചാൽ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് വെക്കാൻ പോവുകയാണ്. ഞാനൊരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഐറ്റംസ് എല്ലാം നമ്മളെ തന്നെ ഉണ്ട്. ഈ 2 ഐറ്റം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീടുണ്ടാക്കാൻ പോകുന്നത്. അത് വിട്ടും പിന്നെ ഈ ഒരു കോംപ്ലക്സ്റ്റോണും. ഞാൻ ഐറ്റം 6 നമുക്ക് കിടന്നുറങ്ങും. നമ്മളിപ്പോൾ ആറാമത്തെ ദിവസത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു 6 ദിവസം ഞാൻ ചാവാതെ കൊണ്ടുപോയി. ഇപ്പോൾ 7ാമത്തെ ദിവസമാണ്. ഓക്കെ, ഈ വുഡായിട്ട് തന്നെയല്ല വെക്കാൻ പോകുന്നത്. നമുക്കിത് പ്ലാങ്ക് ആക്കണം, പിന്നെ ചിലത് സ്റ്റെയർ കേസും ആക്കണം. ഓക്കെ, എന്തായാലും ഈ ഒരു ബെഡും എല്ലാം ഒന്ന് മാറ്റി വെക്കാം, അങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വീടുണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, എല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏരിയ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് നെയിം ടാഗും കിട്ടിയിട്ടുണ്ട്. 2 നെയിം ടാഗ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിടാം, അവനെ പേര് കൊടുക്കാൻ പറ്റും. ഞാൻ ആ വീടുണ്ടാക്കുന്നതിൻ്റെ ടൈം ലാപ്സ് നിങ്ങളെ കണ്ടിട്ടോ. വീട് പണി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്കിനി ഇവിടെ എല്ലാം മറ്റേ ഗ്ലാസ് വെക്കണം, പിന്നെ ഈ ഒരു ഡോർ വെക്കണം, ചുറ്റും ലീവ്സൊക്കെ വെക്കണം. പിന്നെ ഇതിനകത്തൊന്നും ഇല്ല, അതൊന്നും നമുക്ക് വെക്കണം. ഓക്കെ, ഈ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് മറ്റേ ഈ ഒരു ചിമ്മിനിയാണ്. കുറച്ചൊക്കെ കൊള്ളാം. ഇത് ക്രിയേറ്റീവിൽ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പോകേണ്ടത്. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഞാൻ ഒരു പംകിൻ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വഴി നമുക്കൊന്ന് പോയി നോക്കാം. അതായത് നമുക്ക് വില്ലേജ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഡോറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുറത്തെ പരിപാടി ചെയ്യണം. ഓക്കെ, അകത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു വിൻഡോ വെക്കണം.
ഇവിടെ നമുക്കൊരു ലാൻഡ് വെക്കണം ഗൈസ്. ഇതുപോലെ തന്നെ അപ്പുറത്തും നമുക്ക് കുറച്ച് ഫെൻസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതിന് മുമ്പ് ഞാൻ ഒരു ഷിയർ ഉണ്ടാക്കട്ടെ. പിന്നെ കുറച്ച് നഗറ്റ്സ് ഉണ്ടാക്കാം. അത് വെച്ച് നമുക്ക് 4 ലാൻഡ് ഉണ്ടാക്കാൻ പറ്റും. 2 ഇവിടെ തൂക്കാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ലീവ്സ് എടുത്തിട്ടുണ്ട്. 42 കിട്ടി, അത് മതി. ഇനി ചുറ്റും നമുക്ക് ലീവ്സ് വെക്കാം. ഓക്കെ, നമ്മുടെ വീട് ചുറ്റും കറക്കിയിട്ട് ഇവിടം വരെ കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഫെൻസ്, അതിൻ്റെ മുകളിൽ ലാൻഡ്. യെസ്, ഓക്കെ. അങ്ങനെ നമ്മുടെ വീട് കംപ്ലീറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഉള്ളിലേക്കൊന്ന് വർക്ക് ചെയ്താൽ മതി. ഞാൻ ബ്രെഡ് ഇവിടെ കിടക്കട്ടെ. എന്നിട്ട് ഇവിടെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ, നമുക്ക് ഫർണസ് നമുക്ക് 4 വെക്കണം. 4 മതി. ഓക്കെ, ഇപ്പോൾ ഒരു ഷെൽഫ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയ ഷെൽഫ് പോലെ തോന്നുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു സൈഡിൽ ഒരു ചെസ്റ്റ് വെക്കും, 2 ചെസ്റ്റ്. അതിനകത്തായിരിക്കും നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു ലാഡറൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ മെയിൻ സ്റ്റോറേജ് വരുന്നത്. ഇനി നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ബെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റോണെല്ലാം മൈൻഡ് ചെയ്തത്. ഇത്ര ഏരിയ ഞാൻ ക്ലിയർ ചെയ്യുന്നത്. ഇനി അങ്ങോട്ടേക്ക് കുറേ പോയിട്ട് വല്ലതും കിട്ടുമെങ്കിൽ നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഒരു 700 ബ്ലോക്ക് വന്നപ്പോൾ എനിക്ക് ഒരു ഡെസേർട്ട് കിട്ടി. ഞാൻ കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കാം. വില്ലേജെല്ലാം കിട്ടുമെന്ന് നോക്കാം. ഇപ്പോഴത്തെ സമാനമായിരുന്നു നമ്മുടെ ബീസിൻ്റെ തൊട്ടപ്പുറത്തെ സമാനം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ക്യാമലിനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അറിയാണ്ട് ക്യാമലിനടിച്ച്. അത് വില്ലേജാണോ? അത് വില്ലേജാണെന്ന് തോന്നുന്നു. യെസ്, അങ്ങനെ ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. യെസ്, വില്ലേജ്, സമാന വില്ലേജ് എന്ന് തോന്നുന്നു. സമാന ഏതായാലും കുഴപ്പമില്ല, വില്ലേജസിനെ കിട്ടിയാൽ മതി, അത് തന്നെ മതി. യെസ്, ഇവരെ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഇനി അയൺ ഫാം, ബ്രീഡർ അതൊക്കെ ഉണ്ടാകാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വില്ലേജ്. ഓക്കെ, ഇനി നമ്മുടെ അടിച്ചുമാരൽ മോഡാണ് ഗൈസ്. ഇവിടുന്ന് എല്ലാ ഐറ്റംസും ഇനി നമ്മുടെയാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് കിട്ടുക. അൺനോൺ മാപ്പ് സൈഡിലായിരിക്കട്ടെ, പേപ്പർ ഇരിക്കട്ടെ. ഈ ഒരു ടേബിൾ ഞാൻ എടുക്കുന്നില്ല. ഇവിടെ ഫുഡ് കിട്ടും, അതൊക്കെ നമുക്ക് എടുത്തേക്കാം. ഭയങ്കര ലാഗ്, എന്തോ ലാഗ് വരുന്നത്. ബീട്രൂട്ട് എനിക്ക് വേണ്ട, അത് ഞാൻ എടുക്കുന്നില്ല. പകരം ഈ പൊട്ടാറ്റോ മാത്രം എടുക്കുന്നത്. ബീട്രൂട്ട് എനിക്ക് ആവശ്യമില്ല, അത് ഞാൻ എടുക്കുന്നില്ല. ഈ ലാഗ് വരുന്നതിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല. എനിക്കൊന്ന് റെൻഡർ ഡിസ്റ്റൻസ് ഞാൻ കൂട്ടിയിട്ടേക്കുന്നതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. അതെന്ത് കാരണം? ഷെയ്ഡറിൻ്റെ വല്ലതും ആണോ? ഷെയ്ഡർ വർക്കാവുന്ന പോലില്ല എപ്പോഴാണ്. ഓക്കെ, നമുക്കൊരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ബക്കറ്റ് എടുത്തേക്കാം. എൻ്റെ ബക്കറ്റ് ഞാൻ വിറ്റു, നേരത്തെ പറഞ്ഞല്ലോ. ഒരു ബക്കറ്റ് കിട്ടി. പിന്നെ നെറ്റ് എനിക്ക് വേണ്ട വയസ്സും ഇവനെ കൊണ്ട് ഗുണമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ വല്ലതും ഉണ്ടോ? ഗ്രെയിൻ സ്റ്റോൺ ഉണ്ടോ? എടുത്തേക്കാം. ഓക്കെ, 6 ബ്രെഡ് ഉണ്ട്. ബ്രെഡ് വരട്ടെ കേസ്, നമുക്ക് ഒരു ബ്രെഡ് എടുത്തേക്കാം. നമുക്കിനി മറ്റേ ബ്രീഡറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിനിയും മറ്റേ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു ബെഡിൻ്റെ ബ്രീഡർ മാത്രമല്ല, മറ്റേ അയൺ ഫാമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ബെഡിൻ്റെ ആവശ്യമുണ്ട്. എനിക്കൊരു ഫാമറിൻ്റെ സാധനം കൂടെ വേണം, മറ്റേ കമ്പോസ്റ്റർ. ഇവനുണ്ടല്ലോ ഇവിടെ, ഇവൻ നമുക്ക് അതൊന്നും കുഴപ്പമില്ല കേസ്. പക്ഷെ ഇത് കുറച്ചേ ഉള്ളൂ കേസ്, നമുക്ക് വേണ്ടത്രയൊന്നുമില്ല. സാധാരണ ഇവിടെ ഒരു 30 എണ്ണം സ്പോൺ ആവുന്നതാണ് ഈ ഒരു ഹേബേറ്റ്. പക്ഷേ നമുക്കൊരു കുറച്ച് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അല്ല, ബെഡല്ല, ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. ഇത് 3 എണ്ണമൊക്കെ ഉണ്ട്. ഇതുണ്ടാക്കണമെങ്കിൽ നമുക്ക് ബ്ലേസ് റോഡ് വേണം കേസ്. ബ്ലേസ് റോഡ് ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കി. ഇവിടെ ഒന്നുമില്ല. ഇവിടെ കാലം ഒരു അയൺ ഗോൾ ഉണ്ടായിരുന്നല്ലോ, അതുണ്ടാക്കുന്നത്. ഇവരെങ്ങോട്ടേക്ക് പോകുന്നത്? വില്ലേജ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വരും. ഇപ്പം എൻ്റെ ഹാർഡ് കോർ തീരും. നമുക്ക് എങ്ങോട്ടായിരുന്നു കയറണം? താഴോട്ട് വരുന്നില്ലേ? ഒന്ന് പോടാ. ഓക്കെ, നമുക്കൊന്ന് മോളോട് ഇരട്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് അവനെ കൊല്ലാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് താഴോട്ട് അടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഹാർഡ് കോർ സീരീസ് തീർന്നു. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. എണ്ണം കിട്ടി, 3 എണ്ണം കിട്ടുള്ളൂ. ഗൈസ്, ഞാൻ കുറച്ചൊന്ന് ചുറ്റിക്കിറങ്ങിയപ്പോൾ എനിക്കൊരു സാധനം കിട്ടി. നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഡെസേർട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അവിടെ അങ്ങോട്ടേക്ക് നമുക്കൊന്ന് പോകണം, എന്നാലും നമുക്ക് ലൂട്ടൊക്കെ കിട്ടത്തുള്ളൂ. അവിടെ എന്ത് ലൂട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ആവശ്യമല്ലോ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് താഴോട്ട് പോകാം. ഈ ബ്ലോക്ക് ഞാൻ പൊട്ടിയില്ല, കാരണം അത് പൊട്ടി താഴെ കഴിഞ്ഞാൽ പിന്നെ
രണ്ട് TNT ഒക്കെ ഉണ്ട്. എന്നൊരു സ്റ്റെയർ കേസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമുക്ക് പെട്ടി തുറന്ന് നോക്കാം. എൻചാൻറ്റിങ് ബുക്ക് പഞ്ചൊന്ന്. ഓക്കെ, കിക്ക് ചാർജ് രണ്ടും വേണ്ട. ഗോൾഡൻ ആപ്പിൾ മാത്രം ഞാൻ എടുക്കുന്നു. ബോണും എടുത്തേക്കാം. ഇപ്പം എന്ത് കളയും ഇതിൽ? സ്ട്രിങ് വേണ്ട, അല്ല ഇരിക്കട്ടെ. ഇതിനകത്ത് ആണ്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എമറാൾഡ് ഉണ്ട്, അതും നോക്കണം. പിന്നെ ഇതിനകത്ത് പിന്നെ ഗോൾഡൻ ആപ്പിൾ, എമറാൾഡ് ഉണ്ട്, നോക്ക് ബാക്ക്, ബെസ്റ്റ്. പിന്നെ ഈ ഒരു ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ എടുക്കുന്നില്ല, എനിക്കെൻ്റെ ആവശ്യമില്ല. ഇത് പിന്നെ 3 പിന്നെ ഈ ഒരു ഗൺ പൗഡർ ഇരിക്കട്ടെ. പിന്നെ ഇത് ബോണും എടുത്തേക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് മറ്റേ നമ്മുടെ വില്ലേജറിനെ ഒന്ന് തട്ടിക്കൊണ്ടുപോകാം. ക്രാഫ്റ്റിംഗ് ടേബിള് ഞാൻ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്ത വുഡ് എന്ത് ചെയ്യാം? വേണ്ടിയിരിക്കുന്നത് ഇത് നമുക്കൊരു ബോട്ട്. ഓക്കെ, 2 വെച്ചിട്ടുണ്ട്. ആരെയും ഈ 2 പേര് എങ്ങോട്ടൊക്കെയോ ആയിട്ടുണ്ട്. ഇവനെ ഒന്നാകട്ടെ. ഓക്കെ, ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ വെച്ചിട്ട് കൊണ്ടുപോകാം. 2 എടുത്തേക്കാം. ഇനി ഇവന്മാരെ നമുക്ക് മറ്റേ ലീഡ് വെച്ച് വലിക്കാം. ഓക്കെ, വാ. പുതിയ അപ്ഡേറ്റ് വന്നാൽ നമുക്കിപ്പോൾ ഇവന്മാരെ നമുക്ക് എത്ര വേണം വലിച്ചുകൊണ്ടുപോകാം. പൊട്ടത്തില്ലെന്ന് തോന്നുന്നു. പൊട്ടത്തില്ല ഗൈസ്. അതെന്തോന്നു? ബെഡടക്കം പൊട്ടിപ്പോയി. ഇത് പൊട്ടും ഗൈസ്. ഞാൻ വെച്ച് പൊട്ടത്തില്ലെന്ന്. ആരില്ല. അത് നീ ഒന്ന് കയറിക്കേ. ഇവനാണ് പോയത്. ഓക്കെ, ഒന്ന് കയറി. ഓക്കെ, നീമാരെന്ന ബേസിലെത്തിയിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാക്ടസ് ഗൈസ്, നമുക്കൊരു ചാർജ് ക്രിപ്പറായിരുന്നു. അല്ല, ഞാൻ ഇപ്പം എന്താ സംഭവിച്ചത്? ഒരു ചാർജർ ക്രീപ്പർ എങ്ങനെയൊക്കെ സ്പോണം? ഞാൻ പോണം അങ്ങനെയൊക്കെ സ്പോണാവും ഗൈസ് ചാർജർ ക്രീപ്പർ. എനിക്കറിയത്തില്ല. സാധാരണ നമ്മൾ മറ്റേ ചാനലിങ് അടിച്ച് മറ്റേ ട്രയലിൻ്റെ വെച്ചാൽ സ്പോണാക്കാൻ പറ്റുന്നു. എനിക്ക് സ്പോണാക്കാൻ പറ്റുന്നു. ഞാൻ ഇപ്പം ആ ഒരു ക്രീപ്പറിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിർത്തിയത്. എൻ്റെ അടുത്ത് വെച്ചെങ്ങനെ പൊട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം തീർന്നേ. അമ്മാതിരി പവറുള്ള സാധനമാണ്. ഇപ്പം നെതറിറ്റ് ആർമിട്ട് ചെന്നാലും നമ്മളെ കൊല്ലും. ഓക്കെ, അങ്ങോട്ടാണ് നമ്മുടെ ബേസ്. ഓക്കെ, നമുക്ക് ഫാൾ ഡാമേജ് ഒന്നും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്കുണ്ട്, നമ്മുടെ സാധനമുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് എടുക്കാമായിരുന്നു. ഒറ്റയടിക്കുന്നത്. ഓക്കെ, അതിന് സ്പീഡ് എങ്ങനെയാ? വലിയ സ്പീഡൊന്നുമില്ല ഗൈസ്. എന്നാലും എന്തായാലും ഇവനെയൊന്നും എടുത്തിട്ടില്ല. മറ്റാനെയും കൂടെ നോക്കാം ഗൈസ്. ഇവന് വേറെ ഉറപ്പുണ്ട്. ഇതിന് പുറത്ത് പോകുമ്പോൾ ഇനി ഷീറ്റ് മാറ്റി. ഓക്കെ, വലിയ കുഴപ്പമില്ല. അവനിവനൊക്കെ സെയിം സ്പീഡ് തന്നെയാണ്. ഇവനൊക്കെ ബ്രെഡ് കൊടുക്കാൻ പറ്റും. പറ്റത്തില്ലേ? സാധാരണ അങ്ങനെയാണ്. ഇത് കൊടുക്കാൻ പറ്റും. പറ്റും. ഓക്കെ, ഇനി തരത്തില്ല. ഇവന്മാരെ ഒന്ന് വീടിൻ്റെ അടുത്തേക്ക് ഒന്ന് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം.